നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇത് കാണാവോ? നിങ്ങൾക്ക് കുറച്ചും കൂടി സഹായകരമാകട്ടെ, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. നമ്മുടെ ഹായ്, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഓട്ടോറിക്ഷ കിലോമീറ്റർ, ഒട്ടുമിക്ക ഓട്ടോറിക്ഷക്കാർക്കും ഇപ്പോഴും കിലോമീറ്റർ എങ്ങനെയാണ് പൈസ കറക്റ്റായിട്ട് കൂലി മേടിക്കുന്നതെന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ പുതുതായിട്ടുള്ള ആൾക്കാർക്കും ഡൗട്ടുണ്ട്, ഈ കൂലി എങ്ങനെയാണ്, കൂലി എന്ന് പറഞ്ഞാൽ വാടക എങ്ങനെയാണ് മേടിക്കുന്നതിനെ പറ്റിയുള്ളൊരു ഡൗട്ട് ഇരിക്കെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് വീഡിയോ വന്ന് കമൻ്റായിട്ടൊക്കെ നമുക്ക് വന്നത് രണ്ട് മൂന്ന് പേര് ചോദിച്ചത് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാവോ എന്ന് പറ്റി ചോദിച്ച സാഹചര്യത്തിൽ ഞാനപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലും കൂടെ കിലോമീറ്റർ എത്രയാണ്, എങ്ങനെയാണ് കൂലി മേടിക്കുന്നതെന്ന് വിശദമായിട്ട് പറയാം. പിന്നെ ഈ കൂലി മേടിക്കുന്നതിന് വേരിയേഷൻ പലതും ഉണ്ട് കേട്ടോ. അതായത് പഞ്ചായത്തിൽ വേറെ ടൈപ്പ് കൂലി, അത് പഞ്ചായത്തിൽ തന്നെ പല ഏരിയയിലും പല പല കൂലി അങ്ങനെയൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ ഇപ്പോൾ നിലവിൽ തന്നിരിക്കുന്ന നമ്മുടെ ടൗൺ സ്ഥലങ്ങളിലുള്ള കൂലി ആദ്യം പറയാം, പിന്നെ പഞ്ചായത്ത് കൂലി എനിക്കറിയാവുന്നതും കൂടെ. നിലവിൽ നമ്മുടെ കോർപ്പറേഷൻ, അതുപോലെ മുനിസിപ്പാലിറ്റി, അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് കൂലി മേടിക്കുന്നതെന്നും ഇപ്പം നമ്മുടെ ഇവിടെ ആലപ്പുഴയിൽ എങ്ങനെയാണ് കൂലി മേടിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കൂടെ പറ്റുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, യെസ്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മുടെ വണ്ടിയിൽ, നമ്മുടെ സ്റ്റാൻഡിൽ വന്ന്, നമ്മുടെ ടൗൺ ആകട്ടെ, മുനിസിപ്പാലിറ്റി, അതുപോലെ കോർപ്പറേഷൻ ആകട്ടെ, ഒരാൾ വന്ന് കയറുവാണെങ്കിൽ 1.5 കിലോമീറ്ററാണ് പോകുന്നതെങ്കിൽ നമ്മൾ മേടിക്കേണ്ട കൂലി എന്ന് പറഞ്ഞാൽ 30 രൂപ. അതിപ്പം കോമൺ ആയിട്ട് എല്ലാവരും ഇപ്പം അങ്ങനെയാണ്. ഇപ്പോൾ 2025-ലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കുറേ നാളുകളായി നമ്മുടെ യൂട്യൂബിൽ തന്നെ കിടക്കുമായിരിക്കും. ചിലപ്പോൾ കുറേ നാളുകളായി ഭാവിയിൽ അടുത്ത ആൾക്കാർ വരുമ്പം ചില കൂലി വേരിയേഷൻസ് ഒക്കെ മാറാറുണ്ട്. ഇപ്പം ഞാൻ ഓടുന്ന സമയത്ത് എത്രയായിരുന്നു കൂലി? 20 15 മിനിമം. അതൊന്നുമില്ലോട്ടെ, ഇപ്പോഴത്തെ കാര്യം നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ, അപ്പോൾ 1.5 കിലോമീറ്റർ ഓടുന്നതിന് 30 രൂപ. അത് കഴിഞ്ഞുള്ള ഓരോ കിലോമീറ്ററിനും മേടിക്കേണ്ടത് ടൗണിലും കോർപ്പറേഷനിലും മേടിച്ച് വരുന്നത് നമ്മൾ 15 രൂപ വെച്ച്. അപ്പോൾ ഓരോ 100 മീറ്ററിനും കൂലിയായിട്ട് മേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1.5 രൂപ വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം അത് നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോറിക്ഷകളിൽ സാധാരണ മീറ്റർ ഇടാതെയാണ് നമ്മൾ ഓടുന്നത്. അതായത് കോർപ്പറേഷൻ പോലുള്ള സ്ഥലങ്ങൾ, അതായത് ഇപ്പോൾ എറണാകുളം, തൃശ്ശൂർ, അതുപോലുള്ള കോർപ്പറേഷനായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മീറ്റർ ഇട്ടിട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ഓട്ടോക്കാരും മീറ്റർ ഇട്ടിട്ട് ആ കൂലിയാണ് നമ്മൾ മേടിക്കുന്നത്. പക്ഷേ ആലപ്പുഴ, അതായത് മുനിസിപ്പാലിറ്റി അണ്ടറിൽ വരുന്ന ഓട്ടോറിക്ഷക്കാരെ കൂലി മേടിക്കുന്നത് വ്യത്യസ്തമുണ്ട്. അതുപോലെ പഞ്ചായത്ത്, അങ്ങനെ ഓരോരോ വ്യത്യസ്തമുണ്ട്. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ വ്യത്യസ്തം തന്നെയാണ് മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തെറ്റായിട്ട് എടുക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ കൂലികൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് വന്ന ഒരാൾ കയറിയിട്ട് നമ്മൾ ഇനി ഒരു സ്ഥലം വരെ പോയി തിരിച്ച് വരുമ്പോൾ കൂലി മേടിക്കുന്നതിന് ആൾക്കാർക്ക് അത് ഒരുപാട് ആൾക്കാർക്കൊരു പ്രശ്നമുള്ളതാണ്. അങ്ങനെയുള്ള ഓട്ടങ്ങൾ നിങ്ങൾക്ക് ഓട്ടോറിക്ഷക്കാർ ഇപ്പോൾ കസ്റ്റമർ ഒന്ന് പറയും ഇന്ന സ്ഥലത്ത് വരെ ഒന്ന് പോകണം, പോയിട്ട് തിരിച്ച് വരണമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മീറ്റർ ഇട്ടാൽ മതി. മീറ്റർ കൂലി മേടിച്ചാൽ മതി. അതായിരിക്കും നിങ്ങൾക്ക് നേട്ടമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് വെയിറ്റിങ്ങിൻ്റെ കൂലിയും അതിനകത്ത് മീറ്ററിൽ അടിച്ച് കയറുകയും ചെയ്യും. നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ കൂലി കറക്റ്റായിട്ട് മേടിക്കാൻ പറ്റും. അതായത് വീണ്ടും വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മുടെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഉള്ള ഏരിയകൾക്ക് ഓട്ടോറിക്ഷക്കാർ അങ്ങനെ മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം മീറ്റർ ഇട്ട് ഓടാൻ നോക്കുക. അതായത് ഒരു സ്ഥലം വരെ നമുക്ക് പോകുന്നു, തിരിച്ച് വരുന്നു. അതായത് നമ്മുടെ ടൗൺ പരിധിയിൽ അന്നും പറഞ്ഞ് ഇവിടെ നമ്മൾ വേറെ ദൂരം വരെ പോയിട്ട് വരുന്ന അത്രയല്ല, അങ്ങനെയല്ല. നമ്മുടെ ടൗൺ വിട്ട് പോകുന്ന കൂലിയല്ല, നമ്മൾ ടൗൺ പരിധിയിൽ നമുക്ക് എവിടെയാണെങ്കിലും പോയിട്ട് വരുന്നതിന് നമുക്ക് ഇതിട്ട് കൂട്ടുന്നതാണ് ഇപ്പോഴും നല്ലത്. പിന്നെ അതുപോലെ 15 മിനിറ്റിന് വെയിറ്റിംഗ് 15 മിനിറ്റ് 10 രൂപ അങ്ങനെ എന്തായിട്ടാണ്. പിന്നെ അതുപോലെ നമുക്ക് ഒരു ദിവസം വെയിറ്റിംഗ് മാക്സിമം മേടിക്കാൻ പറ്റുന്ന കൂലി എന്ന് പറഞ്ഞാൽ 250 രൂപ ആണെന്ന് തോന്നുന്നു. ആണോ? അങ്ങനെ അത്രയൊന്നും ആരും വെയിറ്റിംഗ് ചെയ്യത്തില്ല നമ്മുടെ ടൗൺ പരിധിയിൽ നിന്ന്. പിന്നെ എല്ലാ ലോങ് ഓട്ടോ എല്ലാം കിട്ടിയാലൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കൂട്ടി പോകുന്നതേ ഉള്ളൂ. നമുക്ക് ഇപ്പം 50 കിലോമീറ്റർ 60 കിലോമീറ്ററൊക്കെ പോയിട്ട് ഇപ്പം എന്തെങ്കിലും ചടങ്ങിൻ്റെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഓട്ടം പോയിട്ടൊക്കെ വരുമ്പോഴൊക്കെ അങ്ങനെ കൂട്ടാം. അല്ല, ടൗൺ ഏരിയകളിലൊന്നും ആരും അത്ര നേരം വരെ നിൽക്കത്തില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞ് നമ്മൾ മാറും. നമുക്ക് ബാക്കി ടൈമിൽ ഓടണ്ടല്ലേ. അതുകൊണ്ട് നമുക്ക് മണിക്കൂറിന് വിലയുള്ളതാണ് ഓട്ടോറിക്ഷക്കാർക്ക്, അതുപോലെ ബസ്സുകാർക്ക്. അതൊക്കെ മണിക്കൂറിനാണ് വില. നമ്മൾ എത്രത്തോളം ഉഴപ്പുന്നോ അപ്പോൾ അത്രത്തോളം നമ്മുടെ ശമ്പളം കുറയും. അതാണ് നമ്മൾ തന്നെ മുതലാളി, നമ്മൾ തന്നെ തൊഴിലാളി. അപ്പോൾ അത് മനസ്സിലാക്കിയാണ് നമ്മൾ ഓട്ടോറിക്ഷ ഓരോരോ സ്റ്റെപ്പ് ചെയ്ത് പോകാം. പിന്നെ അതുപോലെ ഞാൻ ഇപ്പോൾ 50 കിലോമീറ്റർ 60 കിലോമീറ്ററിൻ്റെ കണക്കൊക്കെ പറഞ്ഞു ദൂരത്ത് പോകുന്നതിനെ പറ്റി. അപ്പോൾ അങ്ങനെ പറയുമ്പോഴും ആൾക്കാർക്ക് ആലപ്പുഴക്കാർക്ക് വീണ്ടും ഡൗട്ട് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതായത് നമ്മൾ ആലപ്പുഴയിൽ നിന്നൊരു 50 കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കുക, അരൂര്
ആലപ്പുഴ ടൗൺ വരുന്ന കറക്റ്റ് ആലപ്പുഴ ജില്ലയിലെ സെൻറ്ററായിട്ട് തന്നെയാണ് ആലപ്പുഴയുടെ ടൗൺ വരുന്നത്. ഞാനൊക്കെ ടൗൺ ബേസ് ചെയ്ത് ടൗണിൽ കിടന്ന് ഓടുന്ന ഒരു ഓട്ടോറിക്ഷക്കാരനാണ്. അപ്പോൾ അരൂർ വരെ നമുക്ക് ഒരു 50 കിലോമീറ്റർ ഉണ്ട് നോക്കുക. അത് കഴിഞ്ഞൊരു 20 കിലോമീറ്ററും കൂടെ നമുക്ക് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ എറണാകുളത്ത് പോകാനുള്ള അത്യാവശ്യം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോയിട്ട് വരാൻ പറ്റും. അപ്പോൾ 70 കിലോമീറ്റർ. അപ്പോൾ 70 കിലോമീറ്റർ നമുക്ക് സുഖമായിട്ട് പോയിട്ട് തിരിച്ച് വരാൻ പറ്റും. അതേസമയം അവിടെയുള്ള കോർപ്പറേഷൻ വണ്ടികൾ, അതായത് മഞ്ഞ പെയിൻറ്റ്, അതായത് ക്രീം കളറിലെ ഫ്രണ്ടിൽ പെയിൻ്റ് അടിച്ച ഓട്ടോറിക്ഷകളുണ്ടല്ലോ, കോർപ്പറേഷൻ പെർമിറ്റുള്ള, ആ വണ്ടികൾക്ക് ആലപ്പുഴ വരാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ കിടക്കുന്നത് നമുക്ക് ഇത്രയും ദൂരം ഓടിപ്പോകാൻ പറ്റും. പുതിയ നിയമത്തിലാണ് 20 കിലോമീറ്റർ കൂട്ടിയത്. അതിനു മുമ്പ് 10 കിലോമീറ്റർ എന്തോ ഉള്ളായിരുന്നുള്ളൂ ഓടുന്ന ദൂരം. അതായത് നമ്മുടെ ജില്ല വിട്ട് വേറൊരു ജില്ലയിലോട്ട് കയറുന്നതിൻ്റെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവിടുത്തെ വണ്ടിക്കാരാണെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരുന്നെങ്കിൽ ഒരു 50 കിലോമീറ്റർ വരെ നമുക്ക് അവരുടെ ബോർഡർ, അവരുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അരൂരായിരിക്കും, ഞാൻ ഈ പറഞ്ഞ പോലെ. അവിടെ നിന്ന് ഒരു 20 കിലോമീറ്ററും കൂടെ ഓടിക്കഴിഞ്ഞാൽ ആലപ്പുഴ ടൗണിലെത്താൻ പറ്റുമോ? ഇല്ല. അവിടെ നിന്ന് ഒരു 20 കിലോമീറ്ററും കൂടെ ഓടിക്കേണ്ട ചേർത്തല ആ റേഞ്ച് വരെയൊക്കെ നമുക്ക് എത്തത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ കറക്റ്റായിട്ട് ഞാൻ കിലോമീറ്റർ ഓടി അങ്ങനെ പറഞ്ഞല്ലോ. നമ്മളൊരു സ്ഥിരമായിട്ട് വണ്ടി അങ്ങോട്ട് ആ ഏരിയയിലോട്ട് പോകുന്നുണ്ട്, ഒരു ഏകദേശം ഒരു ഊഹം വെച്ചാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാനും കൂടിയാണ് പറഞ്ഞത്. അപ്പോൾ അരൂർ വരെ, എറണാകുളം വണ്ടിക്കാർക്ക് അരൂർ വരെ വരാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചോ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 20 കിലോമീറ്റർ കൂടെ ഓടിയാൽ തന്നെയായാലും ആലപ്പുഴ എത്തത്തില്ല. എന്ന് വെച്ചാൽ ആലപ്പുഴ 50 കിലോമീറ്ററോളം കിടക്കുമല്ലേ ടൗണിൽ വരണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് എറണാകുളം കോർപ്പറേഷനിലെ വണ്ടികൾക്ക് നമ്മുടെ ആലപ്പുഴയോട്ട് വരാൻ പറ്റത്തില്ല. വരുന്നതിന് ചെറിയ ഇതുണ്ട്, പ്രശ്നവും കാര്യങ്ങളുണ്ട്. വണ്ടി തട്ടിയാലോ മുട്ടിയാലോ ഒക്കെ ക്ലെയിമും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനൊക്കെ കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ആലപ്പുഴ വണ്ടിക്കാർക്ക് അത്രയും ദൂരം പോകും. അതേപോലെ കൊല്ലത്തെ കാര്യം അതേപോലെ തന്നെ നമുക്ക് കൊല്ലത്തെ കാര്യം ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് അവിടെ നടക്കുക. അപ്പോൾ നമുക്ക് ആലപ്പുഴക്കാർക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സെൻട്രലായി പോയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വീതിയിൽ കിടന്ന് നമുക്ക് ഓടിയിട്ട് നമുക്ക് വരാൻ പറ്റും. ബാക്കി നമുക്ക് വിഷയത്തിലോട്ട് വരാം. നമ്മുടെ കിലോമീറ്ററിൻ്റെ കാര്യമാണല്ലോ നമ്മൾ സംസാരിച്ച് വരുന്നത്. ഇനി നമ്മൾ പലപ്പോഴും നടത്തുക വൺ സൈഡ് യാത്രകളായിരിക്കും. ഈ യാത്രകൾക്ക് മീറ്റർ കാശിനെ മാത്രമല്ല മേടിക്കേണ്ടത്. മിനിമം കാശായ 30 രൂപ കുറച്ചുള്ള മീറ്റർ തുകേൻ്റെ 50% അധികം നമ്മൾ വാങ്ങേണ്ടി വരും. അതായത് പറയുവാണെങ്കിൽ നമ്മുടെ വണ്ടി കയറിയ ആൾ ഒരു 3.5 കിലോമീറ്റർ നമ്മൾ പോയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പൈസ മേടിക്കേണ്ടത് നമ്മൾ ഓടിയ ദൂരത്തിൻ്റെ 30 രൂപയും കൂടെ എക്സ്ട്രാ നമ്മൾ മേടിച്ചിട്ട് 30 വെച്ചാണ് മേടിക്കാൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ നേർപകുതി 30ൻ്റെ നേർപകുതി 15 കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ കൂലി പറയാൻ, അതായത് പാസഞ്ചർ അടുത്ത് പറയാൻ. ടോട്ടൽ വരുന്നത് 3.5 കിലോമീറ്റർ പോകുന്നതിന് അപ്പോൾ 75 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ അതേപോലെ ഇപ്പോൾ ഹൈ റേഞ്ച് മേഖലകളിൽ അതുപോലെ വൺ വേ ഉള്ള ഏരിയകളിലൊക്കെ നമുക്ക് സ്റ്റാൻഡുകളിൽ വന്ന് കയറിയിട്ട് ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് ഓട്ടോറിക്ഷ കൂലി ഭയങ്കര കൂടുതലാണെന്നൊക്കെ പറയാറുണ്ട്. ചില സ്ഥലങ്ങളിൽ പല രീതിയിലും മാറ്റങ്ങൾ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒരു ഓട്ടം പോയിട്ട് തിരിച്ച് ആ ഓട്ടോക്കാരന് തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വരണമെങ്കിൽ ചിലപ്പോൾ വൺ വേ ആയിരിക്കും, ചിലപ്പോൾ 1 കിലോമീറ്ററോളൊക്കെ പോകുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഓട്ടോറിക്ഷക്കാർ ചിലപ്പോൾ 10 രൂപയൊക്കെ കൂടുതൽ ചോദിക്കും. അപ്പോൾ കയറുന്ന പാസഞ്ചർ എപ്പോഴും അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഇപ്പം നമ്മൾ മുനിസിപ്പാലിറ്റി നമ്മുടെ ഇവിടെ കുഴപ്പമില്ല, നമ്മുടെ വൺ വേ എന്നുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ നിലവിലില്ല. ഇപ്പം മുല്ലക്കയിൽ ഇപ്പം പണി നടക്കുന്നതുകൊണ്ട് മാത്രം ഒരു സൈഡിൽ മാത്രം വൺ വേ, ബാക്കിയുള്ള ഞങ്ങൾക്ക് എല്ലായിടവും ഓട്ടോറിക്ഷക്കാർക്ക് ഏത് വഴി വേണമെങ്കിലും കയറി ഇറങ്ങിയൊക്കെ പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അതുപോലെ ഹൈ റേഞ്ച് മേഖലയിലെ കൂലി എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. അതായത് അവിടുത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ പമ്പ് തുറന്നിട്ടിട്ട് ഓടുന്ന വണ്ടികളാണ്. നമ്മുടെ ഹൈ റേഞ്ച് മേഖലയിൽ ഓടുന്ന ഒരുമാതിരിപ്പെട്ട ആപ്പ് ഓട്ടോറിക്ഷ എല്ലാം പമ്പ് തുറന്നു വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ വീട്ടിൽ കണക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഒരു വല്ല മലേൻ്റെ അല്ല കുന്നിൻ്റെ മേളിലാണെങ്കിൽ അത് വണ്ടി ഓടിച്ച് കയറുമ്പോൾ അവർ ചിലപ്പോൾ ഇതേപോലെ കൂലി പറയാം. അവിടെയുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ലായിരിക്കും, അവിടെയുള്ള നാട്ടുകാർക്കും എല്ലാം കുഴപ്പമില്ലായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ കൂലി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരാന്ന് വെച്ചാൽ സാധാരണക്കാർ ഒരിക്കലും, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുവാണ്, സാധാരണക്കാർ ഒരിക്കലും കൂലിക്ക് വേണ്ടി തർക്കിക്കത്തില്ല. എന്നുവെച്ചാൽ 10 രൂപ കാശ് കൂടുതൽ തരത്തതേ ഉള്ളൂ. അതേസമയം നമ്മുടെ സർക്കാർ ജീവനക്കാർ അതുപോലെ സാമ്പത്തികമായിട്ട് ഉള്ള ആൾക്കാരാണ് ഈ 10 രൂപ 20 രൂപയ്ക്ക് വേണ്ടി ഒച്ചയും ബഹളവും ഇട്ടിട്ട് നിന്നെ കാണിച്ചു തരാടാ, അതാടാ മറ്റേതാടാ ഞാൻ എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു. അവരുടെ പവർ കാണിക്കേണ്ടി അവരുടെ അവരുടെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരത് പറഞ്ഞു കൊടുക്കുകയും വണ്ടീൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെയുള്ള. സാധാരണക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. സാധാരണക്കാർ 10 കാശ് കൂടുതൽ തരത്തേ ഉള്ളൂ. അതേപോലെ നമ്മൾ ഓട്ടോറിക്ഷക്കാർ വേറെ ഓട്ടോയിൽ കയറുമ്പം ഇവർ 50 രൂപയാണ് പറയുന്നത്, നമ്മളൊരു 70 രൂപ കൊടുക്കത്തേ ഉള്ളൂ. എന്നാൽ നമുക്കറിയാം ഇതിനകത്തുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നുണ്ട്. പക്ഷേ പുറത്തുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവരെപ്പോഴും ഈ 10 രൂപ 5 രൂപക്കൊക്കെ വേണ്ടി ഇങ്ങനെ കിടന്ന് ബഹളയുടെയും ഒച്ചയുടെയും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്.
പിന്നെ അതുപോലെ തന്നെ പുറത്തുള്ള ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾക്ക് പൈസ ഒത്തിരി കൊണ്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ആലപ്പുഴ വരുന്ന ആൾക്കാർ, ഹൗസ് ബോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് കമ്മീഷൻ ബേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇടനിലക്കാർക്ക് കിട്ടി പോകുന്നുണ്ട്. ഒരു ഓട്ടോറിക്ഷക്കാരൻ അവിടെ കൊണ്ട് ഇറക്കുന്ന ആ ഗസ്റ്റ് നമ്മളെ അടുത്ത് 50 രൂപ അല്ലെങ്കിൽ 70 രൂപയുടെ ഓട്ടോ ആണെങ്കിൽ 60 രൂപ തരത്തുള്ളൂ എന്നും പറഞ്ഞ് നിൽക്കുന്ന ആ ഗസ്റ്റ് ഉണ്ട്. പക്ഷെ അവർ ബോട്ടിൽ പോകുമ്പം ബോട്ടിൽ ഓണറിന് കിട്ടുന്നതിനെക്കാട്ടി പൈസ കൂടുതൽ കമ്മീഷൻ ബേസിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് അവരെ ഇങ്ങനെ ചതച്ചായിരിക്കും അവരെ നിന്ന് പൈസ മേടിക്കും. നമ്മളൊരു കൂലി കറക്റ്റ് കൂലി പറഞ്ഞാൽ ഇവർക്ക് തരാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. പുറത്തെ സ്ഥലത്ത് ഓരോ രീതിയിൽ ഓരോ ഓട്ടോറിക്ഷക്കാർക്ക് ഓരോ അനുഭവങ്ങളാണ് വരുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ കാര്യങ്ങളെ കൂലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ചും കൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇത് കാണാവോ? നിങ്ങൾക്ക് കുറച്ചും കൂടെ സഹായകരമാകട്ടെ, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. നമ്മുടെ തമ്പനയിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. അപ്പോൾ ഓട്ടോ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. മോശമായിട്ടൊന്നും പറയില്ല, തെറിയും മഠത്തിലൊന്നും പറയാൻ നിൽക്കില്ല കേട്ടോ പ്ലീസ്. എൻ്റെ ശൈലി ഇങ്ങനെയാണ്. എനിക്ക് ഓൾറെഡി അറിയത്തില്ല ഇതെങ്ങനെയാണ് ഇത് നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് പോകേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട് സംസാരിക്കുന്ന രീതിയിലൊക്കെ, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എല്ലാം നിങ്ങൾ ശ്രമിച്ച് കഴിഞ്ഞാൽ എന്നെ പക്കയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ചാനൽ ഇപ്പം കുഴപ്പമില്ലാതെ നീങ്ങി പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നൈറ്റ് കൂലി, അതായത് കേരളത്തിൽ എല്ലായിടും കോമൺ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഓടുന്ന വണ്ടിക്കാർ എല്ലായിടും വരുന്നതെന്ന് പറഞ്ഞാൽ 10 മണി തൊട്ട് 5 മണി വരെ. ഞാനിപ്പോൾ ഓടിയിട്ട് കുറേ നാളായി, എന്നാലും ഞാൻ പറയുവാണ് ഇപ്പം നൈറ്റ് ഓടത്തില്ല. എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് എനിക്ക് പുറം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാണ്ട് ഞാൻ നൈറ്റ് ഓടേണ്ട ആവശ്യം വരത്തില്ല. അതായത് നമുക്കൊരു 100 രൂപയുടെ ഓട്ടോ ആണെങ്കിൽ അതിൻ്റെ പകുതി എത്ര വരും? 50 വരും. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് അപ്പോൾ 100 രൂപയുടെ ഓട്ടത്തിന് 150 രൂപ അങ്ങനെയാണ് കൂലി മേടിക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ടൗൺ ബേസ് ചെയ്തുള്ള ഓട്ടോറിക്ഷ കൂലിനെ പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. ടൗൺ കോർപ്പറേഷൻ അങ്ങനെ ട്രെയിൻ വരുന്നത് അതിനെപ്പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിൽ ഗ്രാമങ്ങളുണ്ടല്ലോ, പഞ്ചായത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂലി എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഹൈ റേഞ്ച് മേഖല, ഇപ്പം വൺ സൈഡ് വിഷയമുള്ള ഏരിയകൾ, അതേപോലെ തന്നെയാണ് അവിടുത്തെ പ്രശ്നം. അവിടുത്തെ പോരായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എനിക്ക് അവിടുത്തെ കൂലി നിങ്ങൾക്കത് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയ പല ഓട്ടോറിക്ഷക്കാരും തിരക്കിയപ്പോൾ അത് പല രീതിയിലാണ് വേരിയേഷൻ പറയുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയാതെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എപ്പോഴെങ്കിലും ഇനി പുറത്ത് ആരെങ്കിലും വ്യക്തമായിട്ട് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള അതിൻ്റെ കറക്റ്റ് കൂലി എത്രയാണ്, അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് അറിയുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അതായത് പഞ്ചായത്ത് ഏരിയയിലുള്ള ആൾക്കാരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ട് പോയിട്ട് തിരിച്ച് അതേപോലെ തന്നെ വരണം. അവർക്ക് എവിടെ പോയാലും നമ്മളെപ്പോലെയൊന്നും വേറെയുള്ള സ്റ്റാൻഡ് നമ്മുടെ ടൗണിൽ കിടന്ന് കറങ്ങുന്ന പോലെയൊന്നും ഓട്ടോ എടുക്കാനൊക്കെ ചെറിയതുണ്ട്. അങ്ങനെ കയറിയാൽ തന്നെ അവർക്ക് 10-20 രൂപ കൊടുത്തിട്ട് റിട്ടേണിൻ്റെ ആ സെറ്റപ്പാണ് അങ്ങനെയുള്ള ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പഞ്ചായത്ത് ഏരിയയിലൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്ക് അതുപോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ പറ്റിയുള്ളൊരു അടുത്ത വീഡിയോ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെപ്പറ്റി പറയാനാണ്. ഇപ്പോൾ വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടി തൊപ്പിന്ന് വെച്ചിട്ടില്ല കേട്ടോ. അതാണ് മുടിനാട് തന്നെ ഒരുപാട് വലിച്ചു നീട്ടി ബോറടിപ്പിച്ച് പോകുന്നില്ല. എന്തായാലും വീഡിയോ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്നും എനിക്ക് തോന്നുന്നു. എന്തായാലും ഇനി കൂടുതൽ വിശേഷമൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ ഓട്ടോറിക്ഷ സമ്പ്രദായമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടൊക്കെ വീണ്ടും വരാം. ഓക്കെ.